പുള്ളി മദ്യപിക്കുന്ന ആളല്ല, നല്ലൊരു മനുഷ്യനും. അല്ലാതുള്ള വീഡിയോ 2-3 ദിവസം കാണിച്ചിട്ടുണ്ട്. ഇവര് മറ്റ് ബന്ധങ്ങളുടെ വീഡിയോ ഒക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ജീവിതം ശരിയാവത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ നേരം മുന്നോട്ട് പറഞ്ഞിട്ടില്ല. സംഭവം നടന്നു പോയി, നമ്മൾ കേട്ട് കഴിവേ ഉള്ളായിരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെ കാണാം. യാതൊരു ലഹരി ഉപയോഗിക്കത്തില്ല, മോശമായിട്ട് സംസാരിക്കട്ടെ, നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ പറയുന്നത്, മദ്യപാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു. ഇവിടെ പറയാൻ കേട്ടെ, പുള്ളി മദ്യപിക്കുന്ന ആളല്ല, നല്ലൊരു മനുഷ്യനും. പിന്നെ അവരുടെ കുടുംബപരമായ വഴക്കിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു പോയതാണ്. പുള്ളി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സത്യമാണ്? നിങ്ങൾക്ക് തൊട്ടടുത്ത് അറിയാവുന്നതാണ്. ഇപ്പം വീഡിയോ 2-3 വീഡിയോ ഞങ്ങൾക്ക് എന്നെ കാണിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉത്തരം നടക്കുന്നോ? അല്ലല്ല, അതല്ല, ഇവര് അല്ലാതുള്ള വീഡിയോ 2-3 ദിവസം കാണിച്ചിട്ടുണ്ട്. ഇവര് മറ്റ് ബന്ധങ്ങളുടെ വീഡിയോ ഒക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. പുള്ളി കാണിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ഉറപ്പിക്കാവോ സംഭവം? എന്നെ കാണിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പോകുന്നതാണോ അതോ? അല്ലാതെ മറ്റൊരാളുടെ റിലേഷൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഈ പറയുന്നപ്പോൾ ശരിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് അപ്പം മനഃപൂർവ്വം തന്നെ പുള്ളിയെ മാറ്റി നിർത്തിയിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ കുടുംബവഴക്കായിരുന്നു. ഈ സംഭവം കൊലപാതകം നടക്കുന്നതിന് ഒരു 4 ദിവസം മുന്നേയും രാത്രിയോടെ വഴക്കുണ്ടായിട്ടുണ്ട്. പുള്ളി ആ 4 ദിവസം മുന്നേ ഇതേണക്ക് നമുക്ക് വൈരാഗ്യമെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കാമെന്നൊക്കെ ഇവരോട് സംസാരിച്ചായിരുന്നു. ഈ കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുന്നേ നൈറ്റ്. എന്നിട്ട് പിന്നെ അവർ വെളുപ്പിനോട് വന്നപ്പോഴല്ലേ ഈ സംഭവം ഉണ്ടാകും? അത് ഈ വഴക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ കൊലപാതകം നടക്കുന്നു. വഴക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ 4 ദിവസത്തിനിടയ്ക്കൊന്നും പുള്ളിക്കാരി വന്നിട്ടില്ല ഇവിടെ? വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകും, പുള്ളി രാവിലെ ടാപ്പിങ്ങിന് പോകും. ടാപ്പിങ്ങിന് പോയിന്ന് വിചാരിച്ച് വന്നതായിരിക്കും. പേഴ്സണലി നിങ്ങൾ പുള്ളിക്കാരി ഉൾക്കൊള്ളുന്നില്ല? ഉൾക്കൊള്ളുന്നില്ല, നല്ലത് കുറച്ച് ഇതൊക്കെ കണ്ടപ്പോഴുണ്ട്. പിന്നെ പുള്ളി ഒരുപാട് ഇപ്പോൾ വിളിച്ചതാണ് കൂടെ ജീവിക്കാൻ. അവര് അംഗീകരിക്കുന്നില്ലായിരുന്നു, വരുന്നില്ല. അതുകൊണ്ടാണ് കേസും സ്റ്റേഷനിൽ പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 4-5 വർഷമായിട്ട് നിരന്തരം വഴക്കായിരുന്നു അവിടെ. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടായിരുന്നു അവിടെ. അവർ ഇതിലെ വഴക്കായിരുന്നു അവിടെ നിരന്തരം. ഒരാഴ്ച 1-2 ദിവസമൊക്കെ വഴക്കുണ്ടായിരുന്നു അവിടെ. ആണോ? ഇതിലിടയ്ക്ക് ഒരു 2-3 കേസൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ അമ്മിപ്പാരിയും വർത്താൻ തന്നെ കേസൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങളൊന്നും ഇടപെടത്തില്ലായിരുന്നോ ഈ വഴക്കില്ല? നമ്മളെല്ലാം കഴിക്കാൻ നമ്മളുമായിട്ട് വഴക്കുള്ളൂ, നമ്മളൊന്നും പറ്റില്ല. അതൊക്കെ അവർ വഴക്കുണ്ടാവും, ഒരു കേസോ അവർ കോംപ്രമൈസ് ആവുമായിരുന്നത്. ഈ അടുത്തിടെ കൊണ്ട് മാറി പിന്നെ പോയി തുടങ്ങിയായിരുന്നു. അതിനുശേഷം പിന്നെ വഴക്കായത് അവിടെ. പാർട്ടി രണ്ടുപേരും സജീവമായിരുന്നു. 2 പേര് സജീവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി മാറി, ഇവരെയും വിടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വഴക്കായത് അവിടെ പാർട്ടിയിൽ. പാർട്ടി പോകല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇവർ പോകാൻ തുടങ്ങി. തന്നെ അവരുടെ ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. പുള്ളിക്ക് താല്പര്യം ഇല്ലായിരുന്നു. അതുണ്ട് കുറെ മരണത്തിന് ശേഷം എല്ലാവരും കണ്ടിട്ടുണ്ട്. അറിയില്ല, ആളെ അറിയത്തില്ലല്ലോ, നമുക്കും അറിയത്തില്ല വ്യക്തിയോടുള്ളതാണ്. എല്ലാവരും ഈ മരണത്തിന് ശേഷം എല്ലാവരും കണ്ടപോലെ ഞാനും കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴേക്ക് പുള്ളിക്ക് സഹിക്കാൻ പറ്റി കാണത്തില്ലായിരിക്കും. അന്നേരത്തെ ആ മൈൻഡിൽ ചെയ്തായിരിക്കും. പുള്ളിയൊരു ഉപകാരിയായിരുന്നോ? പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇപ്പം പുള്ളി പറയുന്നത് മദ്യപിക്കാറെന്നൊക്കെ ഇവിടെ പറയുന്നു. എനിക്കറിയില്ല, മദ്യപിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഇല്ല, പുള്ളി മദ്യപിക്കത്തില്ലെന്ന് എൻ്റെ അറിവ്. വീട്ടിലെ കാര്യം നോക്കുമായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കും. നല്ലൊരു മനുഷ്യനായിരുന്നു. മദ്യപാനമല്ല അല്ല, അത് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ആരെങ്കിലും കൊടുത്താലും അവിടെ വെച്ചിരുന്ന് മറ്റുള്ള കൂട്ടുകാർക്ക് ആരെങ്കിലും കൊടുക്കുന്നതല്ലാതെ പുള്ളി അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ പുള്ളി വീഡിയോയിൽ പറയുന്നത് ശരിയാണെന്നാണ് പറയുന്നത്? വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനത് മറ്റ് പല കാര്യങ്ങളിലും പോകും. അതൊരു കുടുംബത്തെ തകർക്കാനോ മറ്റൊരാളെ ദൂഷിപ്പിച്ച് കാണിക്കാനോ എനിക്ക് മനസ്സില്ല. ഓരോ കുടുംബജീവിതത്തെ പ്രത്യേകിച്ചും അത് ഞാൻ അവനോടും പറയാറുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ല, നീ അങ്ങനൊന്നും പ്രവർത്തിക്കുക. നേരത്തെ കണക്കൂട്ടി തന്നെ ആയിരിക്കും എന്തെങ്കിലും ചെയ്തത്. അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞവനെ തിരുത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവൻ ഒത്തിരി വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചേട്ടനോട്? ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. വല്ലപ്പോഴും കാണുമ്പോൾ എനിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്നിരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ എപ്പോഴും കാണുവാണെങ്കിൽ സംസാരിക്കും, വഴി വെച്ചാലും സംസാരിക്കും, അത്രയേ ഉള്ളൂ. അല്ല, ഈ സംഭവം അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഓടിച്ചെന്നോ അവിടെ? ഞാൻ രാവിലെ 6:40 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്.
അപ്പോൾ വിളിച്ചു പോയിട്ടപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുക. ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് ആദ്യം അകത്തോട്ടിട്ട് ഞാൻ കൂടി അവിടെ വരെ ചെന്നു. എന്നപ്പോഴത്തേന് എല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെ 4 പേര് കൂടി ഒരു തുണിക്കകത്ത് എടുത്തുകൊണ്ട് മേപ്പോട്ട് വരും. കണ്ടപ്പോൾ എനിക്ക് പ്രശ്നവും സുഖമൊക്കെ ഉണ്ടാകുന്ന എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ അവിടെ നിന്ന് ഓടി എനിക്ക് പോയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, പിന്നെ കാണാനും നിന്നില്ല. പിന്നെ ബോഡിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പോയി കണ്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. പെണ്ണായാലും പിന്നെ ഭർത്താവായാലും ഭാര്യ ആയാലും ഞങ്ങൾക്ക് ആർക്കും അന്യരല്ല. ഞങ്ങളെല്ലാം ഒരേ മനസ്സോടെ ജീവിച്ചിട്ടുള്ളവരെ. അപ്പോൾ ആരെയും നമുക്ക് ആരെ തള്ളി പറയാൻ പറ്റും? ഒരാളിനെയും തള്ളി പറയുന്നതല്ല. നമ്മൾ അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. നിരന്തര പ്രശ്നങ്ങളായിരുന്നോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ? സ്നേഹിച്ച് കല്യാണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ പള്ളി വെച്ച് പിന്നെ കെട്ടി എല്ലാം ചെയ്താ. തിരുപ്പൂര് പോയി, അതിൻ്റെ ഇടയ്ക്ക് പേർഷ്യയിൽ പോയി കുറേ നാൾ പേർഷ്യയിൽ പോയി നിന്ന് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിതം പോയതാ. 2 വണ്ടിയൊക്കെ എടുത്ത് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. പുറത്തൊന്നും ശാലിനി ജോലിക്ക് പോയിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ശാലിനി, അടുത്ത കാലം എന്ന് വെച്ചാൽ 3-4 വർഷത്തിനകത്ത് മാത്രമേ വെളിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയുള്ളൂ. അതുവരെ പിന്നെ അവർ ജീവിക്കണ്ടായിരുന്നു. അന്ന് ഈ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് തന്നെ ജീവിപ്പിച്ചത്. പിന്നെ അതിനൊന്നും അർത്ഥമില്ല സാധനം. ഒരു വീട് അതിന് മുമ്പേ വീടൊക്കെ പണിഞ്ഞ് പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ ശരിക്കും അധ്വാനിച്ചാണ് ആ വീട്. സ്ഥലം ശാലിൻ്റെ പേരില്ല, വീട് വെച്ചത് ഇവനാ. ആ മേളി അത്ര സാറപ്പോൾ അവിടെ പോയല്ലോ, ഇത്രയും ഭാഗത്ത് അന്ന് ഈ കോൺക്രീറ്റ് റോഡൊന്നും ഇല്ല, കോൺക്രീറ്റ് വഴിയൊന്നുമില്ല. അവിടെ നിന്ന് പാറപ്പൊടിയായാലും സിമെൻ്റായാലും കട്ടയായാലും എല്ലാം ചുമ്മി താഴെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് വീട് പണിഞ്ഞത്. ഇതെല്ലാം ഇവൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാനും പോയിട്ടുണ്ട് സഹായിക്കാൻ. പിന്നെ അവൻ്റെ ബെഡ്റൂമിൻ്റെ ടൈലിട്ട് കൊടുത്തതും എല്ലാം ഞാനാണ്. അങ്ങനെയല്ല ഞങ്ങളെല്ലാം പരപകാരം അങ്ങോട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. പിന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് എല്ലാം വിഷമമുണ്ട്. അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. ഇല്ല, ഞങ്ങളിവിടെ ഓണത്തിന് ഇവിടെ പരിപാടി ചെയ്യുന്നത്, ഇവിടെ നേരെ വെളുക്കുന്ന വരെ ഞങ്ങളിവിടെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ലൈറ്റൊക്കെ ഇടാൻ പുള്ളി ഇവിടെ ഇരിക്കുമായിരുന്നു. അന്നേരം ഒന്നും മദ്യവെച്ച് ഞങ്ങളല്ലേ ഓണത്തിന് അവിടെ തന്നെ പുള്ളി ഒന്നും മദ്യവെച്ച് കണ്ടെത്തേ ഇല്ല. പുള്ളി എന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയി. അപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്, ഇതുവഴി കുറച്ച് കയറിയാൽ ഉപ്പുവഴി പോകുന്നത്, തിരിച്ച് ഇതുവഴി വരുന്നത് കാണാം. പിന്നെ നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഫോണും കൊണ്ട് അവിടെ ഇരിക്കുന്നതാണ്, ഒറ്റപ്പെട്ടതുപോലെ. അല്ലാതെ തന്നെ നമ്മൾ ഞാൻ ജോലിയും കഴിഞ്ഞൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല. ഈ പള്ളിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അല്ലേ? സജീവമായിരുന്നു പള്ളി പ്രവർത്തനങ്ങൾ. പള്ളിയുടെ എല്ലാ കാര്യത്തിലും പോകും. ഈ പള്ളിയുടെ ബ്രാഞ്ച് ഇവിടെ ഓലപ്പാറ ഇവിടെ എല്ലാം ഉണ്ട്. കത്തോലിക്കാണോ അതോ മർത്തോമയായിരുന്നു? ശാലയ പള്ളിയുടെ ഒരു ഇതിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ പള്ളിയിലെല്ലാം എന്ത് പണിയുണ്ടെങ്കിലും ഇവിടുത്തെ പുള്ളി എന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ കപ്പ്യാര ഇവർ പോകുന്ന പള്ളിയിൽ പുള്ളി 2 പേരോടാണ്. പുള്ളി എല്ലാ പണിയും അറിയാവുന്ന ഒരാളാണ്. മേശിരി പണി, കാർപ്പൻ്റർ പണി, അവനാണെങ്കിൽ പ്ലംബിങ്ങും അറിയാം, ഇലക്ട്രീഷ്യനും കുറേ അറിയാം. അപ്പോൾ ഇവർ 2 പേരോടെ എല്ലാ പള്ളിയിൽ എന്തെങ്കിലും കാശ് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ഈ ഡ്രൈവിങ് അറിയാം, വണ്ടി കൊണ്ടാകും പോകും. ഇതെല്ലാം ചെയ്തിട്ട് വരുന്നത്. അങ്ങനെല്ലാം ഇവിടെ സജീവമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മാനസിക ഇത് വന്നോൻ്റെ പേര് ചെയ്തായിരിക്കാം. ഉണ്ട്, പറ്റി അറിയത്തില്ലേ. ഫോട്ടോ സാറ് കണ്ടില്ലേ വീഡിയോ ക്ലിപ്പൊക്കെ. അപ്പോൾ പിന്നെ നമ്മളൊരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭാര്യ ജോലിക്കൊക്കെ പോയപ്പോൾ പിന്നെ ആരെങ്കിലും അടിച്ചോണ്ട് പോകുമെന്നോ ഒക്കെ തോന്നി? അങ്ങനൊന്നും അവനത് തോന്നില്ല. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു കാണും, എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ജനശ്രുതിയുണ്ട്, അതിനെക്കുറിച്ച് എനിക്കറിയത്തുള്ളൂ. അത് എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നുവെച്ചാൽ ജീവിതം ശരിയാവത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു പ്രഷറുണ്ടെന്ന് പറഞ്ഞു. എല്ലാ നേരമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് പണ്ട് പോലെ നമുക്കറിയാം. ഞാൻ ഇവിടുത്തെ തന്നെയല്ല, ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നതാണ്. അപ്പം അന്ന് മുതലേ കല്യാണം മുതലേ എനിക്ക് പുള്ളിയെ അറിയാം. അപ്പം ഞാൻ അവിടെ വന്നിട്ട് 30 വർഷമായി. അന്ന് മുതലേ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ശാലിനിയായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? ഞാനോ? ഇല്ല, നമ്മളങ്ങനെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അച്ഛാ എന്തെങ്കിലും ചേച്ചിൻ്റെ എന്നൊക്കെ ചോദിക്കുമെന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. എല്ലാം അവർ പരസ്പരം ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ. അവർ പരസ്പരം ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ. നമ്മളിപ്പോൾ ഇതിനകത്ത് എന്ത് പറയാൻ പറ്റില്ല.
നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് നിലപാട് അവരെടുത്തപ്പം അത് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടുപേരും ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത്. നമ്മൾക്കൊരു കുടുംബം ഉണ്ടായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താവും, അവരെ ഒരു കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമ്മൾക്കൊള്ളാം അല്ലേ. അത് അവർ നോക്കണമായിരുന്നു. സംഭവം നടന്നു, നമ്മൾ കേട്ട് കഴിവേ ഉള്ളായിരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെ കാണാം. അത് മനസ്സിൽ നിന്ന് മായാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അത് ശരിയാണ്. പലർക്കും കൂടെ ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ആണോ? അങ്ങനെ എൻ്റെ ഭാര്യയൊന്നും അന്നത്തെ പിറ്റേ ദിവസമൊന്നും തുടങ്ങിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.